കഴിഞ്ഞ ദിവസം വാഷിങ്ടൺ DC ഹിൽട്ടൺ ഹോട്ടലിൽ ട്രംപും മറ്റ് എല്ലാ പ്രമുഖ വ്യക്തികളും കൂടി പങ്കെടുക്കുന്ന ഒരു വെടിവെപ്പ് നടന്നതിനെ പറ്റി നമുക്കറിയാം. അത് പത്രക്കാരുടെ ഒരു ഇതായിരുന്നു. ഈ പത്രക്കാരെ വിളിച്ചിട്ട് ഓരോ പ്രസിഡന്റുമാർ, ഒബാമയുള്ളപ്പോഴും ട്രംപ് ഉള്ളപ്പോഴും അതിൽ പ്രമുഖ ബിസിനസ്സുകാർ, രാഷ്ട്രീയക്കാരൊക്കെയാണ് അതിൽ പങ്കെടുക്കുക. അപ്പോൾ അതിനിടയിൽ ഒരു വെടിവെപ്പ് നടന്നത് നമ്മളെല്ലാവരും കേട്ടു. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം കോൺസ്പിറസി തിയറി. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഇരുന്ന് ഒരു കഥ എഴുതിയുണ്ടാക്കാം. നമ്മൾ സിനിമ കാണുന്നത് പോലെ ഒരു കഥ എഴുതിയുണ്ടാക്കിയിട്ട് അതിനെ ഷോട്ടുകളായിട്ട് എടുത്തിട്ട് നമുക്ക് യാഥാർത്ഥ്യം എന്ത്, ഭാവന എന്ത് എന്ന് സാധാരണക്കാരന് തിരിച്ചറിയാൻ പറ്റാത്ത പലതുകളുണ്ട്. അത് യഥാർത്ഥ ജീവിതത്തിൽ പോലും സംഭവിക്കുന്നു എന്ന് ഉള്ളതാണ് പലപ്പോഴും. പക്ഷെ അത് ഏതാണെന്ന് വേർതിരിച്ചറിയാനായിട്ടുള്ള ആ ഒരു കഴിവ് സാധാരണക്കാർക്ക് 90% അല്ലെങ്കിൽ 95% ആൾക്കാർക്കും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അന്ന് നടന്ന വെടിവെപ്പ്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഈ വെടിവെപ്പിൽ ഒട്ടനവധി അന്താരാഷ്ട്ര മാധ്യമങ്ങളും അമേരിക്കൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് വ്യക്തമായിട്ട് ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി പോലെ, പ്ലേസ്ഡ് സ്റ്റോറി പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിൻ്റെ ഓരോ കാരണം ഇത് കോൺസ്പിറസി തിയറി, ഞാൻ ഉണ്ടാക്കിയ കോൺസ്പിറസി തിയറി തന്നെയാണ് കേട്ടോ. മറ്റുള്ളവർ ഇതിനെപ്പറ്റി പ്രതിപാദിച്ചു. കാരണം ഒരു ആള് ഇത്ര വലിയ ഷോട്ട് ഗൺ എന്ന് പറഞ്ഞാൽ എത്ര വലിയ തോക്കുണ്ട് ആളുടെ കയ്യിൽ, വേറെ ചെറു തോക്കുകളുണ്ട്. ഇതുമായിട്ട് ഓടി കയറണം. നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ കാണാം, ഓടി അങ്ങോട്ട് പോവാണ്. അതിന്റെ പിന്നാലെ ലോക്കൽ ലോ എൻഫോഴ്സ്മെന്റ്, സീക്രട്ട് സർവീസ് ഒക്കെ അലേർട്ടായി. അവരൊക്കെ തോക്കുകൾ എടുക്കുന്നു, അവർ ഷൂട്ട് ചെയ്യുന്നു. ഒരു വെടിയുണ്ട പോലും ഈ പറഞ്ഞ എന്നിട്ട് അവന്റെ തോമസ് എന്ന് പറഞ്ഞവന്റെ മേത്ത് കൊള്ളാനില്ല. ചിന്തിക്കേണ്ട വിഷയമാണ്. അതായത് ഒരാൾക്ക് അപകടം പറ്റിയ ഒരു സീക്രട്ട് സർവീസ് ഏജന്റിന് വെടി കൊണ്ടു എന്ന് മാധ്യമങ്ങൾ പറയുന്നു. അവൻ ആശുപത്രിയിലായിരുന്നു, അവനൊന്നുമില്ല എന്നും പറയുന്നു. ഒരാള് പോലും അമേരിക്കൻ പ്രസിഡന്റ് അടുത്തേക്ക് ഒരു ഷോട്ട് ഗണ്ടും കൊണ്ട് ഓടി പോകുന്നവനെ വെടിവെക്കുന്നു, കൊള്ളുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത്രം. ഞാനൊരു US മിലിറ്ററിയുടെ പട്ടാളക്കാരനായിട്ട് ജോലി ചെയ്തു. അവിടെ ഉപയോഗിച്ച M16, M4, ഗ്രനേഡുകൾ, M9 തോക്ക്, M256, ഈ M249 259 ഒക്കെ ഒരു മിനിറ്റിൽ 850 തിരയാണ് അതിൽ നിന്ന് പോകുന്നത്. ഈ വക സാധനങ്ങൾ ട്രെയിൻ ചെയ്ത ആൾക്കാർ അരേന്ന് സാധനം എടുത്തിട്ട് 10 ആള് വെടിവെച്ചിട്ട് ഇവന്റെ മേത്ത് കൊള്ളുന്നില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പോലീസിലാണെങ്കിലും ഒരു പോലീസുകാരന്റെ വണ്ടിയിൽ ഉള്ള, അവിടെ പോലീസ് ഉണ്ടായിരുന്നു, സീക്രട്ട് സർവീസ്, മിലിറ്ററി ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു പോലീസുകാരന്റെ കയ്യിലാണെങ്കിൽ ഒരു 9mm 3 ഉണ്ടാവും, ഇത് 2-3 തോക്കുണ്ടാവും. പിന്നെ ഒരു ഷോട്ട് ഗണ്ണ്, 40 ഇതെന്നൊക്കെ പറഞ്ഞ പലതരം ആയുധങ്ങൾ, M16 റൈഫിളും ഒക്കെ ഉണ്ട്, ഷോട്ട് ഗണ്ണും ഒക്കെ ഉണ്ട്. എന്നിട്ടും ഇവരെല്ലാവരും വെടിവെച്ചിട്ട് ഒരു ഉണ്ട പോലും ഇവന്റെ മേത്ത് കൊണ്ടില്ല എന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അത്ഭുതം ഉളവാക്കുന്നു. തന്നെയല്ല, അവൻ നിലത്ത് വീണ് ഒരു മറ്റേ സിപ്പ് ടൈ എന്ന് പറഞ്ഞ സാധനത്തോണ്ട് കെട്ടിയിട്ടിരിക്കുന്ന ഫോട്ടോ ആണ് നമ്മൾ കണ്ടത്. ഇവ ഇങ്ങനെ നിലത്ത് കിടക്കണ്, ഷർട്ടില്ല എന്ന് കാണുന്നു. വളരെ ദുരൂഹം. ഞാൻ പറയുന്നത് അത് ആ ദുരൂഹമാണെന്നല്ല പറയുന്നത്. പക്ഷെ കോൺസ്പിറസി തിയറികൾ ഇരുന്ന് വീഡിയോസ് ഉണ്ടാക്കുന്നവരുണ്ട്, എഴുതി കൂട്ടി വീഡിയോ ഉണ്ടാക്കുന്നവരുണ്ട്. അവര് അവിടെ നിൽക്കട്ടെ. അത് നമുക്ക് ഏകദേശം വിശ്വസിക്കാവുന്ന രീതിയിൽ അവർ കഥകൾ ഉണ്ടാക്കി നമ്മളൊക്കെ വിശ്വസിപ്പിക്കും. കാരണം നമ്മൾ മിഥ്യയിൽ ജീവിച്ച്, മിഥ്യയിൽ ജനിച്ച്, മിഥ്യയിൽ ജീവിച്ച്, മിഥ്യയിൽ മരിക്കുന്നവരാണ് സാധാരണ ജനം. പക്ഷെ ഇത് ഞാൻ ഈ പറഞ്ഞ കഥകൾ വെച്ച് നിങ്ങൾ നോക്കുമ്പോൾ എത്ര തോക്കുകൾ കൊണ്ട് അവനെ വെടിവെക്കണേ. അവൻ അവിടെ നിലത്ത് പോയി എന്നിട്ട് അയ്യോ വെടിവെക്കില്ലെന്ന് അവൻ പ്രസിഡന്റിനെ കൊല്ലാൻ വന്നവൻ. അവന് വ്യക്തമായ ഇതുണ്ടായിരുന്നു. അവൻ ഇവര് പറഞ്ഞ കഥ അനുസരിച്ച് കാലിഫോർണിയയിലെ ടോറൻസ് എന്ന സിറ്റിയിൽ നിന്നും അവൻ തോക്കുമായിട്ട്, അവൻ മാഷായിരുന്നു, അവിടെ ടീച്ചറായിരുന്നു, അവൻ നാസയ്ക്കോ അവിടെ ഇവിടെ ശാസ്ത്രം ഇവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്, വലിയ പഠിപ്പുകാരനൊക്കെയാ. അത് വളരെ ദുരൂഹം. പ്രസിഡന്റ് അടുത്ത് അങ്ങനെയാണെങ്കിൽ അവന് സുഖമായിട്ട് എത്തിപ്പെടായിരുന്നു. കാരണം ഹിൽട്ടൺ ഹോട്ടലിലാണ് നടക്കണേ. അപ്പൊ ഇതിൽ പറയുന്ന കുറെ കാര്യങ്ങൾ, ഇത് എന്തിനു വേണ്ടി ഈ കഥയുണ്ട്. JD വാൻസിനെ എടുത്തുകൊണ്ട് പോകുന്നൊരു ദൃശ്യം നിങ്ങളൊന്ന് പറ്റിയേ കാണണം. JD വാൻസ് ഇങ്ങനെ ഇരിക്കുന്നു, രണ്ടാൾക്കാർ വന്ന് കക്ഷത്തിൽ പിടിക്കുന്നു, എഴുന്നേൽക്കുന്നു, JD വാൻസ് ഓടിപ്പോകുന്നു. ഏതാണ്ട് സിനിമ സെറ്റിൽ സ്ക്രിപ്റ്റ് എഴുതിയോണ്ടാണ് JD വാൻസ് എഴുന്നേറ്റ് പോണേ. മറ്റൊരു ഇതെന്ന് പറയുന്നത്, ഇതില്
നമ്മുടെ ട്രംപ് വൈറ്റ് ഹൗസിന്റെ ഈസ്റ്റ് വിങ് പൊളിച്ചിട്ട് ഒരു ഡാൻസ് മുറി പണിയുണ്ട്. ട്രംപിന് ഡാൻസ് കളിക്കുക $400 മില്യൺ. ട്രംപ് അപ്പൊ ആ ഡാൻസ് മുറിക്ക് വേണ്ടിയിട്ട് കോടതിയുടെ കുറച്ച് ഇതുകൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് കോടതി പറഞ്ഞു ഇതെന്തിനാ ഇത്ര പൈസ ചെലവാക്കി ഇത് പണിയണെന്നുള്ളത് പറഞ്ഞു. വൈറ്റ് ഹൗസ് മാന്തി പൊളിച്ചിട്ടൊക്കെ ഞാൻ അതിനെ പറ്റി ഒരു വീഡിയോ ഉണ്ട്. എന്നിട്ട് ഒരു ബോൾ റൂം എന്ന് പറഞ്ഞാൽ ട്രംപിന് ഡാൻസ് കളിക്കാൻ. ട്രംപ് 82 വയസ്സായി, ഇനിയിപ്പോൾ ആർക്ക് ഡാൻസ് കളിക്കാനെന്ന് അറിയില്ല. അതിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാ പറയണേ. പിന്നെ വേറൊരു വിഷയം പറയുന്നത് ഇറാൻ യുദ്ധം. ഈ 2 വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണോ ആ ബോൾ റൂം ഉണ്ടാക്കുമ്പോൾ ഹിൽട്ടണിൽ ഇത് നടക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഹിൽട്ടണിൽ നടത്തേണ്ട ആവശ്യം എന്താണ്, വൈറ്റ് ഹൗസിൽ തന്നെ ഡാൻസ് കളിക്കാൻ അദ്ദേഹം മുറി പണിയുന്നത് നന്നായില്ലേ എന്ന് ചോദിക്കാൻ. പിന്നെ അതിലുള്ള ദുരൂഹത, ഈ സംഭവം നടന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും 10:30 രാത്രി ഈസ്റ്റേൺ ടൈം, അതായത് വാഷിങ്ടൺ DC, ന്യൂയോർക്ക് ഈ ഭാഗത്ത് ഞങ്ങൾ പിരിക്കുന്ന ആ ടൈം സോണിലാണ്. അവിടെ 10:30 ആയപ്പോഴേക്കും ട്രംപ്, നമ്മുടെ പട്ടേല്, ഗുജറാത്തി പട്ടേലും പിന്നെ ചുറ്റുവട്ടത്തെ ആൾക്കാർ, മാർക്കോ റൂബിയോ ഉണ്ടായിരുന്നു, JD വാൻസ് ഉണ്ടായിരുന്നു, ഇവരൊക്കെ വന്നിട്ട് പത്രസമ്മേളനം. ഭയങ്കര കഷ്ടമായി പോയി, നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു, കണ്ടില്ലേ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ട്രംപ് വന്ന് പറയുന്നു. ഇത് വളരെ ദുരൂഹമാണ്. കാരണം അവന്റെ മേത്ത് ഒരാൾക്കും വെടികൊണ്ടില്ല. വെടികൊണ്ടു എന്ന് പറയുന്ന സീക്രട്ട് സർവീസ് ഏജന്റിന് കുഴപ്പമില്ല എന്നും പറയുന്നത്. അത് ആരും അറിഞ്ഞിട്ടില്ല, അവൻ ആരാണ് എന്തെന്ന് പോലും അറിയില്ല. വളരെ ദുരൂഹമായിട്ടുള്ളൊരു വെടിവെപ്പ് കഥയാണോ ഇത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ സാധാരണ ഈ നമ്മൾ ബൈബിളിൽ ഒരു വചനമുണ്ട്, ഈ തലമുറ അടയാളങ്ങൾ ആവശ്യപ്പെടും എന്നുള്ളൊരു വചനമുണ്ട്. ഈ തലമുറ അടയാളങ്ങൾ, അവർക്ക് സാക്ഷിമൊഴികളും തെളിവും അടയാളങ്ങളും ഉണ്ടായാൽ മാത്രമേ ഈ തലമുറ വിശ്വസിക്കുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻഡ്യൂഷൻ എന്ന് പറയും. നമ്മുടെ ഇൻഡ്യൂഷൻ വെച്ച് നമ്മൾ കണക്കൂട്ടിയാലേ പല കാര്യങ്ങളും കിട്ടുള്ളൂ. ശാസ്ത്രവും തെളിവും അടയാളങ്ങളും പോയി നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇൻഡ്യൂഷൻ വെച്ചിട്ട് ഒരിക്കലും നമ്മൾ ആ വീഡിയോയിൽ നോക്കിയ 10 ആൾക്കാരാണ് തോക്കെടുത്തിട്ട് അവനെ ഷൂട്ട് ചെയ്യണേ. അവന് ഒരു കുഴപ്പമില്ലാണ്ട് ഒരു വെടിയുണ്ട സൈഡിൽ കൂടെ പോയിട്ട് നമുക്ക് പറയായിരുന്നു. വളരെ ദുരൂഹം. ഒരു വെടിയുണ്ട് അവന് സൈഡിൽ കൂടെ പോയില്ല എന്ന്. അതായത് വലിയ ഷോട്ട് ഗണ്ണും കൊണ്ട് അവൻ ട്രംപിന്റെ ഉള്ളിക്ക് അടുത്തേക്ക് ഓടിപ്പോയേ, അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നില്ല എന്ന്. ഈ പോലീസിലൊരു നിയമമുണ്ട്, ADW, അസോൾട്ട് വിത്ത് എ ഡെഡ്ലി വെപ്പൻ. നമ്മളിപ്പോൾ കോടതിയിൽ നമ്മളിപ്പോൾ ഒരാളെ ഷൂട്ട് ചെയ്ത് കൊന്നു, നമ്മൾ തോക്ക് എന്തിനെടുത്തു എന്ന് ചോദിക്കും. കോടതിയിലാണ് ഇതൊക്കെ വരിക. എന്തിന് തോക്ക് നീ ഹോൾസ്റ്ററിൽ നിന്ന് വിഡ്രോ ചെയ്തു, നീ എന്തിന് ഷൂട്ട് ചെയ്തു എന്നൊക്കെ ഉത്തരം പറയേണ്ടി വരും. അപ്പൊ അതിന് നമ്മൾ മറുപടി ആയിട്ട് പറയേണ്ടത് ADW എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു നിങ്ങൾക്ക് കോടതിയിൽ വാദിക്കാൻ കഴിവുണ്ടെങ്കിൽ ഒരു ചെറിയ സാധനം, ഒരു ചെറിയ ഫോൺ എടുത്തിട്ട് പറഞ്ഞാൽ ഇത് ADW എന്നെ എറിഞ്ഞു കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞ് വാദിച്ച് ജയിക്കുന്നവരുണ്ട്. അത് വാദിക്കുന്നതിൻ്റെ ഇത്. അപ്പൊ ഇവൻ ഷോട്ട് ഗണ്ണായിട്ട് അവനെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം അവന് അവിടെയുള്ള എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പോലീസോ സീക്രട്ട് സർവീസോ ആയിക്കൊള്ളുന്നില്ല, ആർക്കും വെടിവെച്ച് കൊല്ലാം അവനെ. കാരണം അവൻ പ്രസിഡന്റിനെ കൊല്ലാൻ ഷോട്ട് ഗണ്ണായിട്ടാണ് പോണേ. അവന് ഒരു വെടി പോലും കൊണ്ടില്ല എന്ന് പറയുമേ. നമ്മൾ ഏത് മിഥ്യാലോകത്താണ് ജീവിക്കുന്നത്. ഈ തലമുറ അടയാളം ഉണ്ടെങ്കിലേ വിശ്വസിക്കുള്ളൂ. എനിക്ക് അടയാളം വേണ്ട എന്നുള്ളത് പ്രതിപാദിക്കാനായി. പക്ഷെ ട്രംപിന് വേറൊരു വെടിയുണ്ട് പെൻസിൽവാനിയയിൽ വെച്ച്, അത് വെടി തന്നെയായിരുന്നു. അത് ദൈവാനുഗ്രഹം. കാരണം ആ വെടി അദ്ദേഹം അത്ര നേരം ഇങ്ങനെ നിന്ന് പ്രസംഗിച്ചിരുന്ന ആൾ, ഈ ലെവലിലായിരുന്ന ആളുടെ ഫേസ് ദിങ്ങിട്ട് തിരിഞ്ഞപ്പോൾ ഇതിലേക്ക് കയറിപ്പോയി. അത് വെടി കൊണ്ടു, ചോര നമ്മൾ കണ്ടു, വെടി കൊണ്ടു. അത് അവനെ വെടിവെച്ച് കൊല്ലും ചെയ്തു. അന്ന് പെൻസിൽവാനിയയിൽ ട്രംപിനെ വെടിവെച്ച് ഒരു വീടിന്റെ മേൽക്കൂരയിൽ നിന്നിട്ട് സീക്രട്ട് സർവീസ് അപ്പുറത്തുണ്ടായിരുന്നു, ഇപ്പുറത്ത് സ്നൈപ്പർ ആയിരുന്നു. സീക്രട്ട് സർവീസിന്റെ സ്നൈപ്പർ ഒരു മേൽക്കൂരയുടെ അപ്പുറത്തിരിക്കുന്നു, ഇവൻ ഇപ്പുറത്തിരിക്കുന്നത് അറിയണ്ടായിരുന്നില്ല. അവനപ്പം തന്നെ സീക്രട്ട് സർവീസ് വെടിവെച്ച് വന്നു. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന ഇതാണ്. തന്നെയുള്ള ട്രംപിന്റെ ബാക്കിലുള്ള ആൾക്ക് വെടികൊണ്ട് ചത്തു. ഇതിലേ തൊട്ടിട്ട്. അതൊക്കെയാണ് ദൈവാനുഗ്രഹം. പക്ഷെ ഇത് ഭയങ്കര അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല, അത്രേ ഉള്ളൂ.